യാഥാമധ്യേ നമ്മൾ ചില പൂച്ചക്കുട്ടികളെയും പട്ടിക്കുട്ടികളെയൊക്കെ ഈ സഞ്ചിക്കകത്ത് കെട്ടിയിട്ട് ഉപേക്ഷിച്ച് പോകാറുണ്ട്. അതിൻ്റെയൊക്കെ ശല്യം നമ്മുടെ വീട്ടിൽ കൂടുതലായി കഴിയുമ്പോൾ പൂച്ചയുടെ ശല്യം പട്ടിയുടെ ശല്യമൊക്കെ കൂടുതലാകുകയാണെങ്കിൽ നമ്മൾ ചെറിയ തുണിക്കകത്തോ അല്ലെങ്കിൽ ബാസ്ക്കറ്റിലേക്കോ ഒക്കെ അതിനെ ആക്കിയിട്ട് നമ്മൾ അതുമായിട്ടൊരു യാത്രയിലേക്ക് പോയിട്ട് യാത്രാമധ്യേ നമ്മൾ അവയെ എവിടെയെങ്കിലും ഉപേക്ഷിക്കാറുണ്ട്. അങ്ങനെ എവിടെയെങ്കിലും ഉപേക്ഷിക്കുന്നത് കൊണ്ട് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ച് ഒരിക്കലും ആ പൂച്ചയോ പട്ടിയോ ഒരിക്കലും തിരികെ വരില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. പണ്ട് നമ്മൾ അങ്ങനെ ഈ നാൽക്കാലികളെ അല്ലെങ്കിൽ ചെറിയ ചെറിയ മൃഗങ്ങളെയൊക്കെ അങ്ങനെ കൊണ്ട് കളയുമായിരുന്നെങ്കിൽ ഇപ്പോൾ മനുഷ്യർ ഡെവലപ്പായതിനു ശേഷം ചെയ്യുന്നത് തങ്ങളുടെ പ്രായമായ മാതാപിതാക്കളെ അത്തരത്തിൽ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ നമുക്ക് ചിന്തിക്കാം അല്ലെങ്കിൽ നമുക്ക് അനുമാനിക്കാം, അങ്ങനെ എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് വായും നാക്കുമൊക്കെ ഉള്ള ആളുകളല്ലേ, അവർ ചോദിച്ച് പറഞ്ഞ് തിരിച്ചൊക്കെ പറഞ്ഞ് അവർ തിരിച്ച് നമ്മളുടെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏവർക്കും സംശയം തോന്നാവുന്നതാണ്. എനിക്കും അങ്ങനെയൊക്കെ സംശയം തോന്നിയിരുന്നു. പക്ഷേ അത്തരത്തിൽ പോലും അതിന് പോലും തിരിച്ച് ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പോലും ഉള്ള കേപ്പബിലിറ്റി ഇല്ലാത്ത മാതാപിതാക്കളെയാണ് മിക്കവാറും പേര് എവിടെയെങ്കിലും കൊണ്ട് ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് നടതള്ളിയിട്ട് പോകുന്നത് എന്ന് ഓർക്കുമ്പോൾ അത് പരമ കഷ്ടമാണ് എന്നുള്ളതല്ല, അത് മനുഷ്യത്വരഹിതമാണ് എന്ന് മാത്രമേ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പൂനെക്ക് പോകാനായിട്ട് ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. എനിക്ക് തൃശ്ശൂർ മറ്റൊരു ആവശ്യമുണ്ടായിരുന്നു. ആ ആവശ്യത്തിന് ശേഷം ഞാൻ തൃശ്ശൂരിൽ നിന്ന് പൂനെയിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് ഞാൻ തൃശ്ശൂർ സ്റ്റേഷനിൽ നിന്നിട്ടാണ് ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നത്. ട്രെയിൻ പക്ഷേ അന്നത്തെ ദിവസം കുറച്ച് ട്രെയിൻ അല്പം താമസിച്ചായിരുന്നു, മഴയും മറ്റുള്ള അനുബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ കാരണം. മുംബൈയിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഈ മഴ പെയ്താൽ വളരെ വേഗം ട്രാക്കിലൊക്കെ വെള്ളം കയറി ട്രെയിനൊക്കെ യാത്രയൊക്കെ തടസ്സപ്പെട്ടിരുന്നു. അതുകൂടാതെ കൊങ്കൺ വഴി പോകുമ്പോൾ നമുക്കറിയാനായിട്ട് സാധിക്കും, മിക്കവാറുമൊക്കെ ഈ മഴക്കാലങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ട്രെയിൻ മിക്കവാറുമുള്ള എല്ലാ ട്രെയിനുകളും ചിലപ്പോൾ ഡിലേ ആയിട്ടൊക്കെയാണ് പോകാറുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ നമ്മുടെ വെയിറ്റിംഗ് റൂമിൽ ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്ത് ഏകദേശം രാത്രിയാണ് സമയം. രാത്രി ഒരു 10-10:30 ആയപ്പോഴത്തേക്കും മിക്കവാറും ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഈ സ്ത്രീകളുടെ വെയിറ്റിംഗ് റൂമുകളിൽ സ്ത്രീകൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷേ പുരുഷന്മാരുടെ വെയിറ്റിംഗ് റൂമുകളിൽ സ്ത്രീകളും പുരുഷന്മാരും അവിടെ ഇവിടെയൊക്കെ ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പുരുഷന്മാരുടെ വെയിറ്റിംഗ് റൂമിൽ ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു മൂലയ്ക്കായിട്ട് ഒരു പ്രായമായ അമ്മ ഇങ്ങനെ അവിടെ ഇങ്ങനെ നമ്മുടെ ബെഞ്ചിൻ്റെ ബെഞ്ചല്ല ഒരു എന്താ പറയുക 2-3 പേർക്കൊക്കെ ഇരിക്കാവുന്ന ടൈപ്പുള്ള ഒരു ചാരുബെഞ്ച് പോലെ ഒരു സംവിധാനമാണല്ലോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഉള്ളത്. അതിൻ്റെ അറ്റത്ത് ഒരമ്മ ഇങ്ങനെ കൂടി ഇരിക്കുന്നു. സാരി കൊണ്ട് മൊത്തം ഏകദേശം പുതച്ചതുപോലെയാണ് അമ്മ കൂടി ഇരുന്നിട്ട് അമ്മയുടെ കയ്യിൽ ഒരു ബാഗുണ്ട്. അമ്മയുടെ കയ്യിൽ ഒരു ചിത്രവുമുണ്ട്, ഒരു ഫോട്ടോയും അമ്മയുടെ കയ്യിലുണ്ട്, ഫ്രെയിം ഒരു ഫോട്ടോയും അമ്മയുടെ കയ്യിലുണ്ട്. ആ ഫോട്ടോ അമ്മ തന്നോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അമ്മ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, അകത്തേക്ക് നോക്കുന്നുണ്ട്. വളരെയേറെ വേവലാതിയോട് കൂടിയിട്ടാണ് ആ അമ്മ ഇരിക്കുന്നത്. ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ സമയമുണ്ടല്ലോ, അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ആൾക്കാരെയൊക്കെ വാച്ച് ചെയ്യുക, അത് നമ്മൾ ചില ആൾക്കാർക്ക് ചില ശീലങ്ങളുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുകയായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ ഇരിക്കുന്നു, ബാഗ് അവിടെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇടയ്ക്ക് ബാഗുമായിട്ട് എടുത്ത് അമ്മ ആ വെയിറ്റിംഗ് റൂമിൻ്റെ പുറത്തേക്ക് പോകുന്നു, വീണ്ടും അകത്തേക്ക് വരുന്നു. അങ്ങനെ കുറേ പ്രാവശ്യം അങ്ങോട്ട് വരുന്നു ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട് അമ്മ. പക്ഷെ തിരിച്ച് അവിടെ തന്നെ വന്നിരിക്കുകയാണ്. അവിടെ തന്നെ ഇരുന്നിട്ട് അമ്മ വഴിയിൽ വാതിക്കലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. വാതിക്കലേക്ക് അമ്മ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി എന്തോ പന്തികേടുണ്ട് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒരു മണിക്കൂറോളമൊക്കെ ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്തു. 1 മണിക്കൂറിന് ശേഷമായപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് എന്തോ ഒരു അസ്വാഭാവികതയുണ്ട്, അല്ലെങ്കിൽ അമ്മ ആരോ തിരയുകയാണ്, അമ്മയുടെ കൂടെ വന്ന ആൾ എവിടെയോ മാറിപ്പോയിരിക്കുന്നു, എന്തോ സംഗതിയുണ്ട് എന്ന് കരുതി ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മയുടെ അടുത്തേക്ക് ഞാൻ ചോദിച്ചു, അമ്മ ആരെങ്കിലും അമ്മയ്ക്ക് വരാനുണ്ടോ, അമ്മ തനിച്ചാണോ, അമ്മ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അമ്മയൊന്നും മിണ്ടിയില്ല. എന്നെ ഇങ്ങനെ നോക്കിയതല്ലാതെ അമ്മയൊന്നും മിണ്ടിയില്ല.
അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു അമ്മയുടെ കൂടെ ആരാ ഉള്ളത്? അപ്പോൾ പറഞ്ഞു മോനുണ്ട്. മോന് ഞാൻ ഇവിടെയാണ് ഇറങ്ങിയത്, പക്ഷേ ഇപ്പം മോനെ കാണുന്നില്ല. ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് എവിടേക്കാണ്, അമ്മയുടെ വീട് എവിടെയാണ്, അമ്മയ്ക്ക് എവിടേക്കാണ് പോകേണ്ടത് എന്ന് ചോദിച്ചു. ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ എവിടേക്കാണ് പോകേണ്ടത്, അമ്മ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ മാവേലിക്കരയിൽ നിന്നാണ് വരുന്നത്, ഞാൻ മോൻ്റെ ഒപ്പം വന്നതാണ്, മോൻ്റെ ഒപ്പം പോകാനായിട്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മ മോൻ്റെ ഒപ്പം എവിടേക്കാണ് പോകുന്നത്, അമ്മ ഏത് സ്ഥലത്തേക്ക് പോകാനായിട്ടാണ് മോൻ്റെ ഒപ്പം എന്ന് ഞാൻ ചോദിച്ചു. അവൻ പറഞ്ഞു അവൻ ജോലി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് അവൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അവൻ്റെ കൂടെ തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും ജസ്റ്റ് ഞാനൊന്ന് ട്രെയിനിൽ ഇരുന്ന് മയങ്ങിയപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പോൾ മോനെ കണ്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ സ്റ്റേഷൻ ഏതാണെന്ന് എനിക്കറിയത്തില്ല, ഇനി തമിഴ്നാട് എത്തിയെന്ന് സംശയമായിരുന്നു. അപ്പോൾ ഞാൻ ചാടി ഇറങ്ങി, ഇനി അവന് ആ ട്രെയിനിലാണോ ഇവിടെയാണോ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മ പറയുന്ന സംഗതി ഞാൻ ചോദിച്ചു. അമ്മ മാവേലിക്കരയിലാണ് കാര്യമാണ്, അമ്മയ്ക്ക് തമിഴ്നാട്ടിലാണ്, മോൻ്റെ കൂടെയാണ് അമ്മ വന്നത്, അമ്മ തമിഴ്നാട്ടിലേക്ക് പോവുകയാണ് മോൻ്റെ ഒപ്പം. മോനെ പക്ഷേ അമ്മയ്ക്ക് കാണാൻ സാധിക്കുന്നില്ല, അമ്മ മോനില്ലാതെയാണ് ഇവിടെ ഇറങ്ങിയത്, അതോ മോൻ്റെ ഒപ്പമാണോ അമ്മ ഇറങ്ങിയതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ഉറങ്ങിപ്പോയിട്ട് നോക്കിയപ്പോൾ മോനെ കണ്ടില്ല, മോനെ കാണാതെ അമ്മ അങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ അമ്മയ്ക്ക് കരയണോ വർത്തമാനം പറയണോ എന്താണ് എന്നുള്ള കാര്യമൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല. ഞാൻ ചോദിച്ചു അമ്മയുടെ വീട് മാവേലിക്കരയിൽ എവിടെയായിട്ടാണ് അമ്മയുടെ വീട്, അമ്മയ്ക്കറിയാം മാവേലിക്കര വീട് എവിടെയാണ്. മാവേലിക്കര എൻ്റെ വീട് മാവേലിക്കര കുർത്തിയാടാണ് എൻ്റെ വീടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവിടെ ആരാ മാവേലിക്കര വേറെ ആരാ ഉള്ളത് അവിടെ? അല്ല മാവേലിക്കരയിൽ ഇപ്പോൾ ആരുമില്ല, അത് ഞങ്ങളുടെ വീടായിരുന്നു, ഞങ്ങളെല്ലാവരും വിറ്റ് എല്ലാം പോയിട്ട് ഇപ്പോൾ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു ചെന്നൈയിൽ എവിടെയാണ് മോനും ഭാര്യ? ഞാൻ ചോദിച്ചു മോൻ വിവാഹിതനാണെന്ന് ചോദിച്ചു. പറഞ്ഞു അതെ മോൻ വിവാഹിതനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ചെന്നൈയിൽ എവിടെയാണ് മോൻ താമസിക്കുന്നത്? അത് അമ്മയ്ക്ക് അറിയത്തില്ല, ചെന്നൈയിലാണെന്ന് അറിയത്തുള്ളൂ, ചെന്നൈയിൽ എവിടെയാണ് എന്ന് അമ്മയ്ക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ മാവേലിക്കരയിൽ അമ്മ എന്തിനു വന്നതാണ്, മോൻ്റെ കൂടെ എന്തിനാണ് വന്നത്? ഞങ്ങളൊരു കല്യാണം ഉണ്ടായിരുന്നു, ഒരു കല്യാണത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ കല്യാണം കൂടിയോ? ഇല്ല കല്യാണം കൂടിയില്ല, കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവൻ എന്നെ കൊണ്ട് മാവേലിക്കരയ്ക്ക് വന്നത്, പക്ഷേ കല്യാണം കൂടിയില്ല. അപ്പം ഞാൻ ചോദിച്ചു പിന്നെന്തിനാണ് നിങ്ങൾ അവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് മാവേലിക്കരയ്ക്ക് അമ്മയും കൊണ്ട് വന്നിട്ട് അമ്മ എവിടെയാണ് താമസിച്ചത്? അല്ലാതെ ഞങ്ങൾ കല്യാണം കൂടാനായിട്ട് വന്നിട്ട് മാവേലിക്കര അവിടെ അമ്പലത്തിനടുത്ത് ഞങ്ങൾ താമസിച്ചത്. അമ്മ പറയുന്നത് അമ്മ ചെന്നൈയിൽ നിന്ന് മാവേലിക്കരയിലേക്ക് ആരുടെ വിവാഹത്തിന് പങ്കെടുക്കുവാനായിട്ട് മകൻ അമ്മയെ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ മാവേലിക്കര വന്നു, വിവാഹത്തിൽ പങ്കെടുത്തില്ല, തിരിച്ച് അവിടെ നിന്ന് ട്രെയിൻ കയറി ചെന്നൈയിലേക്ക് പോവുകയായിരുന്നു. ചെന്നൈയിലേക്ക് പോകുന്ന വഴിക്ക് തൃശ്ശൂരായപ്പോഴേക്കും അമ്മ നോക്കിയപ്പോൾ മകനെ കണ്ടില്ല. അപ്പോൾ അമ്മയ്ക്ക് വെപ്രാളവും പ്രശ്നങ്ങളും ഒക്കെ ആയി രാത്രിയായിരുന്നു. അപ്പം അമ്മ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് ഒരു 10 മണി, ഞാൻ അമ്മയെ കാണുമ്പോൾ തന്നെ 11 മണിയൊക്കെ ഏകദേശം അടുത്താകുന്ന സമയമാകുന്നതേ ഉള്ളൂ. 10 മണിയൊക്കെ ആയപ്പോഴേക്കും അമ്മ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് തോന്നി, ഞാൻ അനുമാനിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അമ്മ അവിടെ വന്ന് ഇറങ്ങിയിട്ട് എനിക്ക് വ്യക്തമായിട്ട് പറയാം, അമ്മയുടെ മകൻ അവിടെ ഉപേക്ഷിച്ചിട്ട് അവിടെ വന്നതിന് ശേഷം അമ്മയെ അവിടെ ഉപേക്ഷിച്ചിട്ട് മകൻ കടന്ന് രക്ഷപ്പെട്ട് പോയതാണ്. അമ്മയ്ക്ക് കൂടുതൽ വിവരങ്ങളൊന്നും അറിയത്തില്ല. അമ്മയുടെ സ്ഥലം ചെന്നൈയിൽ എവിടെയാണ് എന്താണ്. ഞാൻ ചോദിച്ചു അമ്മയുടെ വേറെ മക്കളൊക്കെ അമ്മയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് വേറെ മക്കളുണ്ട്, എനിക്ക് വേറെ രണ്ട് മക്കളുണ്ട്. ഞാൻ ചോദിച്ചു മക്കളുടെയൊക്കെ പേരെന്താണ് എന്ന് ഞാൻ ചോദിച്ചു. അമ്മയോട് ചോദിച്ചു മക്കളുടെ മകളാണോ, മൂത്ത മകളുടെ പേരെന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു മകളുടെ പേര്, മൂത്ത മകളുടെ പേര് പിന്നെ സരോജം എന്നാണ്, രണ്ടാമത്തെ മകളുടെ പേര് ശോഭ എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ശോഭയുണ്ട്, സരോജവുമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു മോൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ മോൻ്റെ പേര് വിനയൻ എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ വിനയന, ശോഭ, സരോജം ഇത് അമ്മയുടെ മക്കളാണ്. ഞാൻ ഇവരെല്ലാവരും ചെന്നൈയിലാണ് താമസിക്കുന്നത് ചോദിച്ചു. പറഞ്ഞപ്പോൾ എല്ലാവരും ചെന്നൈയിലാണ് താമസിക്കുന്നത്, എല്ലാവരും ചെന്നൈയിലാണ്. ഇവിടുന്ന് ഞങ്ങൾ നേരെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടുന്ന് പോയതാണ്, ചെന്നൈയിലാണ് സെറ്റിലായതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മയുടെ ഭർത്താവ് പറഞ്ഞു അദ്ദേഹം മരിച്ചു പോയിട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് മരിച്ചു പോയെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മയുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ പേര് പങ്കജം എന്നാണ് എൻ്റെ പേര് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പങ്കജം എന്ന് പറഞ്ഞ അമ്മയനെ വിനയൻ എന്ന് പറഞ്ഞ മകൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചിട്ട്, അല്ലെങ്കിൽ അതിനു മുൻപ് എവിടേക്കോ പോയിട്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ അമ്മ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അമ്മയെ അവിടെ ഉപേക്ഷിച്ചിട്ട് മകൻ കടന്നു കളഞ്ഞതാണ്, മകൻ അവിടെ നിന്ന് പോയതാണ് എന്നുള്ള കാര്യം വ്യക്തമായി. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് തിരിച്ച് അമ്മയ്ക്ക് മാവേലിക്കരയ്ക്ക് പോയാൽ അറിയാൻ പറ്റുമോ, തിരിച്ച് പോകാൻ അമ്മയ്ക്ക് അറിയാമോ, അല്ല ചെന്നൈയിലേക്ക് പോയാൽ അമ്മയ്ക്ക് അറിയാൻ സാധിക്കുമോ, അമ്മയ്ക്ക് അവിടെ എത്തപ്പെടാൻ അറിയുമോ? ഞാൻ അങ്ങനെ അമ്മയോട് ചോദിച്ചപ്പോഴത്തേന് ഞാനങ്ങനെ ചോദിക്കുമ്പം ഞാൻ വളരെ പതുക്കെയാണ് അമ്മയോട് ചോദിക്കുന്നത്. അടുത്തിരുന്ന് 1-2 പേരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ അമ്മയ്ക്ക് അപ്പോഴേക്കും സങ്കടം സഹിക്കാതെ അമ്മ ഇങ്ങനെ കരയുകയാണ് ചെയ്യുന്നത്. അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഞാൻ ഇനി എന്താണ് ചെയ്യുന്നത്, എനിക്ക് പോവുകയും ചെയ്യണം. ഞാനപ്പോൾ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനത് റെയിൽവേ സ്റ്റേഷൻ പോലീസിൻ്റെ അവിടെ പോയിട്ട് ഇൻഫർമേഷൻ കൊടുക്കാം. ഇന്ന പോലെയാണ് ഒരു സ്ത്രീയുണ്ട്, അവർ പിന്നെ തെറ്റി മാറി വന്നതാണ്, ഇന്ന് അവിടെ ഇരിക്കുകയാണ്,
കാര്യം നമുക്ക് അവിടെ പോയി വിവരം പറയണമല്ലോ. അത് മാത്രമേ ചെയ്യാൻ നമുക്ക് മാർഗമുള്ളൂ. അപ്പോഴേക്കും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു അനൗൺസ്മെൻറ്റ് വന്നു, ഗുരുവായൂരേക്കുള്ള ട്രെയിനിൻ്റെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, ഗുരുവായൂരിലേക്കുള്ള ട്രെയിനാണ്, ആ ട്രെയിനിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞൊരു അനൗൺസ്മെൻറ്റ് വന്നിരുന്നു. അപ്പോൾ ഞാൻ റെയിൽവേ പോലീസ് സ്റ്റേഷൻ്റെ അവിടേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഞാനൊരു കാര്യം വിചാരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ട്രെയിൻ ഡിലേ ആണല്ലോ, അത് എപ്പോഴേക്കാണ് വരുന്നതെന്ന് അറിയാനായിട്ട് എനിക്കൊരു കൗണ്ടറിലേക്ക് അവിടെ ഞാനൊന്ന് കയറി ആ വിവരം ചോദിച്ചു. തിരിച്ചു വന്നപ്പം നമ്മുടെ പോലീസുകാരിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. ഞാൻ എന്നാൽ ഒന്നുകൂടെ അമ്മയുമായിട്ട് ഒരുമിച്ച് വന്നിട്ട് അവിടെ വരാം എന്ന് പറഞ്ഞ് ഞാൻ അവിടേക്ക് പോയപ്പോഴേക്കും അമ്മയെ അവിടെ കണ്ടില്ല. അമ്മ അവിടെ നിന്ന് അപ്പോൾ വന്ന ട്രെയിൻ, ഗുരുവായൂരിലേക്ക് വന്ന ട്രെയിനകത്ത് കയറി. അമ്മ ആ ട്രെയിനിൽ കയറി അമ്മ ഗുരുവായൂരിലേക്ക് പോയി. അമ്മ ഗുരുവായൂരിലേക്ക് പോയത് മനഃപൂർവ്വം പോയതാണോ അതോ ഇനി വന്ന ട്രെയിൻ എവിടേക്കാണെന്ന് അറിയാതെ അമ്മ കയറിപ്പോയതാണോ എന്നെനിക്കറിയില്ല. അമ്മയുടെ പേര് ഞാൻ വീണ്ടും പറയുകയാണ്. അമ്മ മാവേലിക്കരയിൽ നിന്ന് വന്നതാണ്. അമ്മയുടെ പേര് പങ്കജം എന്നാണ്. അമ്മയുടെ മകൻ്റെ പേര് വിനയൻ എന്നാണ്. അയാൾ ചെന്നൈയിലേക്ക് അമ്മയുമായിട്ട് പോയതാണ്. അമ്മേനെ ആ സ്ഥലത്ത് അവിടെ ഉപേക്ഷിച്ചിട്ട് അയാൾ കളഞ്ഞു പോയതാണ്. എന്താണെങ്കിലും അമ്മ തൻ്റെ ഫാണ്ടക്കെട്ടും കയ്യിൽ, അമ്മയുടെ കയ്യിൽ ഒരു ഫ്രെയിം ചെയ്ത ഒരു ചിത്രം പോലെ എന്തോ പറഞ്ഞുകൊണ്ട്, അതെനിക്കറിയില്ല, ചിത്രം എനിക്ക് കാണാനായിട്ടൊന്നും എനിക്ക് സാധിച്ചില്ല. അതിനും അമ്മയുടെ ആ ട്രെയിൻ വന്നിട്ട് അമ്മ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് ആ ട്രെയിൻ കയറി അമ്മ പോവുകയാണ് ചെയ്തത്. ഗുരുവായൂരപ്പൻ അമ്മയെ തുണയ്ക്കട്ടെ എന്ന് മാത്രമേ എനിക്കിവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം എത്ര മ്ലേച്ഛമായ രീതിയിലാണ് ഈ മക്കളൊക്കെ ചെയ്യുന്നതില്ലേ. ഒന്നാമത്തെ കാര്യം പ്രായം. ആ അമ്മയ്ക്ക് ഏകദേശം ഒരു 75 വയസ്സിനോടടുത്ത് പ്രായമുണ്ട്. 75 വയസ്സിനോടടുത്തുള്ള പ്രായമുള്ള തൻ്റെ അമ്മേനെ, ഒരു ആലംബവുമില്ലാതെ ഒന്നുമില്ലാത്തൊരമ്മേനെ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കിയിട്ട് കളഞ്ഞിട്ട് പോവുക എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കൂ, അമ്മയുടെ മാനസികാവസ്ഥ എന്താണ്. അമ്മയോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അമ്മയ്ക്ക് ആദ്യമൊക്കെ അമ്മ പ്രോപ്പറായിട്ട് മറുപടി പറഞ്ഞിട്ട് പിന്നീട് അമ്മയ്ക്ക് എന്ത് ചെയ്യേണ്ടു എന്ന് അമ്മയ്ക്ക് അറിയില്ല. അമ്മയ്ക്ക് വെപ്രാളമാണ്, അമ്മയ്ക്ക് പരവേശമാണ്. അമ്മ ആകെപ്പാടെ സങ്കടത്തിൻ്റെ മൂർധന്യാവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള അമ്മയോടൊക്കെ നമ്മൾ ഒരു അപരിചിതനായിട്ടുള്ള ആൾക്കാരിങ്ങനെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മാനസിക ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകും. ചിലർ നന്നായിട്ട് നമ്മളോട് കാര്യങ്ങളൊക്കെ പറയും. നമുക്ക് ആ രീതിയിലനുസരിച്ചിട്ട് റെയിൽവേ പോലീസിനെ നമുക്കത് ഇൻഫോം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്താണെങ്കിലും ഇത് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ്. ഈ പങ്കജം എന്ന് പറഞ്ഞ അമ്മ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള ട്രെയിൻ കയറി ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് ആ ട്രെയിനിൽ കയറി അവിടേക്ക് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. മകൻ്റെ പേര് വിനയൻ എന്നാണ്. ഈ വിനയൻ്റെ ചേച്ചിമാരുടെ ശോഭയും വനജയും സരോജവുമാണ്. അവരിത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അമ്മ ഗുരുവായൂർ അപ്പൻ്റെ നടയിൽ തീർച്ചയായിട്ടും ആ ട്രെയിൻ കയറി അവിടേക്കാണ് പോയിരിക്കുന്നത്. ഒരിക്കലും നിങ്ങളെന്നല്ല, ഒരു മനുഷ്യരും തീർച്ചയായിട്ടും സ്വന്തം മാതാപിതാക്കളെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഈ നാൽക്കാലികളെ, കുഞ്ഞു പൂച്ചേനെയും പട്ടീനെയുമൊക്കെ ഉപേക്ഷിക്കുന്നത് പോലെ വഴിവെക്കിൽ ഉപേക്ഷിക്കാതിരിക്കുക. അവർ മനുഷ്യരാണ്, നിങ്ങളുടെ മാതാപിതാക്കളാണ് എന്ന് തീർച്ചയായിട്ടും ഓർക്കുക. ഈ പറഞ്ഞ അമ്മ, പങ്കജം എന്ന അമ്മ സുഖമായി സന്തോഷമായിട്ട് ഗുരുവായൂരപ്പൻ്റെ നടയിൽ അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആശ്രിത വത്സലനാണ് ഭഗവാൻ. അമ്മയെ കാത്തുരക്ഷിക്കട്ടെ, അമ്മയ്ക്ക് വേണ്ടി തുണ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്കിവിടെ സാധിക്കത്തുള്ളൂ. സത്യത്തിൻ്റെ നേർക്കാഴ്ചയുടെ മറ്റൊരു വീഡിയോയുമായി നാളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ തൽക്കാലം വിട പറയുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.